ഐ തിങ്ക് ഞാൻ ലൈഫിലൊന്നും പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഓൺലി തിങ് ഐ ബിലീവ് ഇസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ 100% കൊടുക്കുക. അതെന്താണെങ്കിലും നമ്മളൊരു ആസ് എ വൈഫ്, ആസ് എ ഡോട്ടർ, ആസ് എ മദർ, ഗിവ് യു 100%. അപ്പൊ അത് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് ഈ ഓപ്പർച്യൂണിറ്റി. അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ തല അജിത് കുമാർ, പുള്ളിയുടെ കൂടെ വലിമ എന്ന് പറയുന്ന മൂവിക്കകത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് നാളായിട്ട് വലിമയുടെ അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെ വരും എന്ന് പറഞ്ഞു തന്ന മലയാളികളും തമിഴ് പീപ്പിളും എല്ലാവരും നോക്കിയിരിക്കുന്ന സമയത്ത് ആ ട്രെയിലറിനകത്ത് പേളിനെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായി പോയി. എനിക്ക് അറിയില്ല, അതല്ല അങ്ങനെയല്ല, നമ്മൾ ഞെട്ടിപ്പോയി. ആ പേളി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയി. അതുപോലെ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഒരു സർപ്രൈസ്. ആദ്യം ഞെട്ടിയത് ഞാൻ തന്നെയാണ്. ട്രെയിലറിൽ ഞാൻ അന്ന് ഗോയലാണ്. അപ്പൊ ശ്രീനി ഞാനൊക്കെ ഇങ്ങനെ ഗോയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറിയാം ട്രെയിലർ റിലീസ് ആവുമെന്ന് അറിയാം. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. സാധാരണ ചെറിയ റോളാണ്. അപ്പൊ പക്ഷെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ, പക്ഷെ ഭയങ്കര റോള് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ട്രെയിലറിൽ വരും. ഐ ഫെൽറ്റ് വെരി ഹാപ്പി. കുറെ പേര് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് സ്റ്റോറി ഇടുന്നു. ന്യൂ ഇയർ ഇസ് ഗോണ റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂ ഇയർ ഐ വാസ് ലൈക്ക് ദിസ് വാസ് ലൈക്ക് എ ഗിഫ്റ്റ് ഫോർ മീ. ന്യൂ ഇയർ ഗിഫ്റ്റ് 2022 ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഫസ്റ്റ് ഗിഫ്റ്റ് അത് തന്നെ. അതും അജിത് സാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു പോസ്റ്റ്. അത് എന്താ പറയാ, വെറുതെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറിയും എല്ലാം വേണമെങ്കിലും ഇടാം. ആക്ച്വലി ഇതിന് മുമ്പ് വന്ന ഒരു ബൈക്ക് ആക്സിഡന്റ് ഒക്കെ ഉള്ള ഒരു ട്രെയിലർ വന്നില്ലേ, അതില് ഒരു മൈക്രോ സെക്കൻഡില് ഞാനുണ്ട്. അത് കണ്ടുപിടിച്ചത് ശ്രീനിയാണ്. അത് ഞാൻ വന്നപ്പോ ഞാൻ ഇതിൽ നമ്മളില്ല, പക്ഷെ ഇറ്റ്സ് സൂപ്പർ, ഭയങ്കര ട്രെയിലർ ആണല്ലോ. അപ്പം അത് സാർ വീണിട്ട് പിന്നെ എഴുന്നേറ്റ് പിന്നെയും റൈഡ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. ഇതൊക്കെ നടന്നോ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ബിക്കോസ് ഞങ്ങളുടെ കോമ്പിനേഷൻ അതൊന്നും ഇല്ല. അപ്പോ ഐ വാസ് ടെല്ലിങ് ശ്രീനി. കുറെ കഴിഞ്ഞിട്ട് ശ്രീനി ഞാൻ കണ്ടുപിടിച്ച്. ഞാൻ പറഞ്ഞു എവിടെ നിന്ന് കണ്ടുപിടിച്ചു, വല്ല ലൊക്കേഷനിൽ ചായ കുടിക്കണ വല്ലതാണോ കണ്ടുപിടിച്ചത്. അപ്പൊ ഹീസ് ലൈക്ക് നോ, അതിലൊരു ഷോട്ടില് ഒരു സ്ക്രീൻ വരുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യില്ലേ സ്ക്രീൻ ബാക്കിൽ പോയിട്ട്, അതിൽ എന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ശ്രീനി സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്. അതിപ്പോ മാറി കിട്ടിയില്ല ആ ഒരു പ്രശ്നം. കാരണം ചെറുതിൽ നിന്ന് ഇപ്പൊ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോ വലിയൊരു സംഭവമായി. See, the point is it's a blessing to work with Ajit sir എന്ന് പറയാം. ബിക്കോസ് ചെറുപ്പം പോലെ അജിത് സാറിനെ നമ്മൾ കാണുന്നതല്ലേ. പൂവെല്ലാം ഉൻവാസം എന്ന് പറയുന്ന ഒരു ഇതില് കാതൽ വന്നതും കന്നി, ആ പാട്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ യൂസ് ടു സിംഗ്, പഠിച്ചിട്ടൊക്കെ പാടാം. അപ്പൊ ഞാൻ ആ പാട്ട് കുറെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹവ് ഹേർഡ് ഇറ്റ് സോ മെനി ടൈംസ്. അപ്പം അജിത് സാറിന്റെ വലിയ ഫാനാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ നമ്മള് അത് റോൾ എന്താന്ന് പോലും ഞാൻ തമിഴ് എനിക്ക് ഫസ്റ്റ് മൂവി അല്ലേ തമിഴിലെ? അതേടാ എന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ